ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഓരോ ദിവസവും പുതിയ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് വാർത്തകളില്ലാത്ത ഒരു ദിവസം പോലും ഇല്ല എന്ന് തന്നെ പറയാം. ഓരോ ദിവസവും പുതിയ വഴിത്തിരിവുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്ത്രി കണ്ഠര് രാജീവരുടെ അറസ്റ്റ് ഏറെ ഞെട്ടലോടെയാണ് കേരളക്കര കേട്ടത്. ഇപ്പോഴിതാ മറ്റൊരു നിർണായക വഴിത്തിരിവ് കൂടി വന്നിരിക്കുകയാണ്. അതും തന്ത്രിയുമായി ബന്ധപ്പെട്ട് തന്നെ. അതായത് ഇപ്പോൾ SIT അന്വേഷണത്തിന്റെ ഭാഗമായി എത്തി നിൽക്കുന്നത് തന്ത്രിയുടെ വീട്ടിലാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തികച്ചും അപ്രതീക്ഷിതമായ നീക്കം തന്നെയാണത്. ഈ അപ്രതീക്ഷിത നീക്കത്തിൽ ചില നിർണായക തെളിവുകൾ SITക്ക് ലഭിച്ചതായാണ് അറിയാൻ കഴിയുന്നത്. തന്ത്രിയുടെ വീട്ടിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും അടക്കം ആഭരണങ്ങൾ SIT പരിശോധിച്ചു. സ്വർണ്ണപ്പഴക്കം, മൂല്യം എന്നിവയാണ് പ്രധാനമായും സംഘം പരിശോധിക്കുന്നത്. കൂടാതെ തന്ത്രിയും പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിലും വിശദമായ അന്വേഷണം സംഘം നടത്തുന്നുണ്ട്. ഏകദേശം 8.5 മണിക്കൂറോളമാണ് പരിശോധന നീണ്ടത്. തന്ത്രിയും പോറ്റിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചെങ്കിലും തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് വീട്ടിൽ പരിശോധന നടത്തിയത്. അറസ്റ്റിലായ തന്ത്രിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെയാണ് ചെങ്ങന്നൂരിലെ വീട്ടിൽ SIT പരിശോധനയ്ക്കായി എത്തിയത്. പരിശോധനയിൽ കുടുംബാംഗങ്ങളുടെ മൊഴിയും പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തന്ത്രി അറസ്റ്റിലായപ്പോൾ എല്ലാവരും ഉറ്റുനോക്കിയത് ഇനി ആരുടെയൊക്കെ അറസ്റ്റാകും ഉണ്ടാകാൻ പോകുന്നത് എന്നാണ്. ഒപ്പം മറ്റുന്നതരുടെ പേരുകൾ വെളിപ്പെടുമോ എന്നും കേരള രാഷ്ട്രീയം ഉറ്റുനോക്കിയിരുന്നു. എന്നാൽ ഇതുവരെ ആരുടെയും പേരുകൾ വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അന്വേഷണം കൂടുതലായി മുന്നോട്ട് പോകുന്തോറും ആരൊക്കെ ഇനി കുടുങ്ങുമെന്ന് കണ്ടു തന്നെ അറിയണം. പത്മകുമാറിന്റെയും ഗോവർദ്ധന്റെയും മൊഴികളാണ് രാജീവരുടെ അറസ്റ്റിലേക്ക് നയിച്ചത്. എന്നാൽ രാജീവരുടെ അറസ്റ്റും മൊഴിയും ആരുടെയൊക്കെ അറസ്റ്റിന് കാരണമാകുമെന്ന് ഭക്തർ ആശങ്കയോടെയാണ് ഉറ്റുനോക്കുന്നത്. തന്ത്രിയെ അകത്താക്കി മന്ത്രിയെ രക്ഷിക്കാനുള്ള ശ്രമമാണോ അണിയറയിൽ നടക്കുന്നതെന്ന സംശയവും ഭക്തരുടെ ഇടയിൽ സജീവമായുണ്ട്. സത്യം പറഞ്ഞാൽ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒപ്പം നിന്നവരെ കുടുക്കുന്ന പ്രവൃത്തിയാണ് നമ്മുടെ ഇടത് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു കൊടുങ്കാറ്റുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ കണ്ഠര് രാജീവര് ഒത്താശ ചെയ്തെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. താന്ത്രിക വിധികൾ ലംഘിച്ചാണ് പോറ്റിക്ക് തന്ത്രി ഒത്താശ ചെയ്തതെന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. തന്ത്രിയും പോറ്റിയും തമ്മിൽ 2007 മുതലുള്ള ബന്ധമാണ്. ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഇതിൽ വിശദമായ അന്വേഷണം നടത്താനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. തന്ത്രിയെയും പോറ്റിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. ഇതിനായി ഉടൻ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നുള്ള സൂചനയുമുണ്ട്. ഏതായാലും തന്ത്രിയുടെ അറസ്റ്റോടെ വിഷയമടക്കാനാണ് കരുതുന്നതെങ്കിൽ ഭക്തരും പ്രതിപക്ഷവും ഇതിന് സമ്മതിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്.